ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ഗുലാബ് ജാമുൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. കുറച്ച് വെള്ളം മതി കേട്ടോ. അത് നമ്മൾ വെള്ളത്തിന് പകരം നമുക്ക് പാലൊഴിച്ചാലും ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇത്തിരി വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഇടാം. അത് ഞാൻ ആദ്യം നെയ്യ് ഒഴിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സ് ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുക. ഞാൻ ആ മിക്സിയുടെ ജാറിലൊരു ഇത്തിരി പാലൊഴിച്ചിട്ട് അത് മൊത്തത്തിലൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം നല്ലവണ്ണം ഇളക്കി അതിലത്തെ വെള്ളം ആ ഒരു പച്ച ചുവയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കുക. നല്ലോണം ഇളക്കിയെടുക്കുക. പിന്നെ നമുക്കതിൽ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഏലക്കായ പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുക. നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഞാനിത് ഇപ്പോഴാണ് നെയ്യ് ചേർക്കുന്നത്. നമ്മളിതൊക്കെ സിമ്മിൽ വെച്ചിട്ട് കേട്ടോ ചെയ്യേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുതേ. സിമ്മിൽ വെച്ചിട്ട് നല്ലോണം അതിൽ ഇങ്ങനെ ഡ്രൈ ആക്കി അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നല്ലോണം ഇതാക്കുക. പിന്നെ നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര ചേർക്കാം. നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അത് കുറവ് വേണ്ടവർക്ക്, അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ ഇളക്കുമ്പോൾ അത് നല്ലോണം മെൽറ്റായി നല്ല ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വരും. അപ്പോൾ നല്ലോണം വഴറ്റി അതിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് റവ, ആ ചെറിയ റവയില്ലേ, ആ 1 കപ്പ് റവ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് റവ ചേർത്തിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊക്കെ സിമ്മിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. മറ്റേ വേഗം കട്ടയാവും, അവരറിയാലോ, റവ വേഗം കട്ടയാവും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവല്ലേ, നമ്മൾ ഇങ്ങനെ ഉരുണ്ട് കൂടി വരുന്ന ആ ഒരു പരുവത്തിലേക്ക് നല്ലോണം ഇത് ഇളക്കിയെടുക്കുക. നല്ലോണം വറ്റിച്ചെടുക്കുക. അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിത് ഉരുട്ടണം, നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാനുള്ളൊരു പാകത്തിലേക്ക് ആക്കിയെടുക്കണം. അല്ലേ, ഇപ്പം നല്ലോണം ഇങ്ങനെ ഉരുണ്ട് ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു ചൂടാറാൻ വെച്ചിട്ട്, അധികം ചൂടാറണ്ട, നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു ചൂടാറിയാൽ മതി. എന്നിട്ട് അത് നമ്മൾ കയ്യിലൊട്ടി പിടിക്കാണ്ടൊക്കാൻ കുറച്ച് നെയ്യ് എന്തെങ്കിലും കയ്യിൽ തടവിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് അത് ഉരുട്ടിയെടുക്കാം. പിന്നെ ഞാനൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റൊക്കെ മതിയാവും ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. 1/2 ലിറ്റർ പാൽ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് നല്ലോണം ചൂടായി വരട്ടെ, തിളയ്ക്കണ്ട, നല്ലോണം ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് നമ്മൾ നല്ലോണം ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാണ്ട് അലിയിച്ചെടുക്കുക. അത് ഈ വെള്ളത്തിന് പകരം നമുക്ക് പാലിലായാലും ചെയ്തെടുക്കാം. അത് നല്ല കട്ടയില്ലാണ്ട് നല്ലോണം കലക്കി വയ്ക്കുക. ഇനി പാല് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക.
ഇനി അതിലേക്ക് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് നമ്മൾ കട്ടയില്ലാണ്ട് കട്ട കെട്ടാതെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണേ. അത് പെട്ടെന്ന് കട്ട കെട്ടും. അപ്പം നല്ലോണം സിമ്മിലിട്ടിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഇത്തിരി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ മധുരം നോക്കിയിട്ട് വേണേൽ നമ്മൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കാം. ചില ഫുള്ള് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അത് നല്ലോണം ഏകദേശം ഒന്ന് കുറുകി വരും. അതായത് വല്ലാതെ ഇത് നമ്മൾ കുറുക്കരുത്. എന്ന് വെച്ചാൽ അത് നമ്മൾ തണുപ്പിക്കുമ്പം എന്തായാലും അതൊന്നും കൂടെ കുറുകും, നല്ലോണം കുറുകും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ഈ ക്യാരറ്റിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചൂടോടെയും കഴിക്കാം, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം. ഇതിപ്പോൾ ഒരു പായസമായിട്ടും കുടിക്കാം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.